തിരൂരിൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ദൗത്യത്തിന്റെ ഭാഗമാകിയതിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മൺതിട്ടയിലേക്ക് ദൗത്യസംഘം അതായത് മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന വള്ളത്തിൽ ആണ് അവർ അവിടേക്ക് എത്തിയത്. ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. എഞ്ചിനുകൾ ഘടിപ്പിച്ച വള്ളത്തിൽ തിട്ടയിലേക്ക്, അതായത് പുഴയിൽ രൂപപ്പെട്ട തിട്ടയിലേക്ക് എത്തിയിരിക്കുന്നു ഈ മത്സ്യത്തൊഴിലാളികൾ എന്നതാണ്. അതാണ് അവരുടെ പ്രാവീണ്യം എന്നത് നമ്മൾ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഇത്രയും ഒഴുക്കുള്ള പുഴയിലൂടെ വളരെ പെട്ടെന്ന് അവർ ഇന്ന് അല്പസമയം മുമ്പാണ് കരയിൽ തന്നെ എത്തിയത്. ഇത് രക്ഷാദൗത്യത്തിന് വേണ്ടി എത്തിയത്. ആ സംഘം ഒന്നടങ്കം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. അവർ തന്നെ പറഞ്ഞത് ഇത്തരം രക്ഷാദൗത്യത്തിൻ്റെയൊക്കെ ഭാഗമായി അവർ എത്തിയിട്ടുണ്ട് എന്നാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ കൃത്യമായ, അതായത് ഇപ്പോൾ തന്നെ അവരുടെ വള്ളങ്ങളൊക്കെ ഉറപ്പിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഈ മൺതിട്ടയ്ക്ക് മുകളിൽ വലിയ പാറക്കല്ലുകൾ അടക്കമുണ്ട്. ഒരുപക്ഷെ ആ പാറക്കല്ലുകളിൽ നിലയുറപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ പാറക്കല്ലുകൾ ഉറപ്പിച്ച് ആ പാറക്കല്ലുകളിലേക്ക് ബോട്ടുകൾ ബന്ധിപ്പിച്ച് ആ ബോട്ടുകൾ വള്ളങ്ങൾ അവിടെ നിലനിർത്തിക്കൊണ്ട് തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. ഇതേ രീതിയിൽ തന്നെ ഈ ഡൈവിങ്ങിനായി അവർ താഴേക്ക് ചാടുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷിതമായ ഇടം ഒരുക്കേണ്ടതുണ്ട്. അവരെ ബന്ധിപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കണം സാധാരണ നിലയിൽ. ഇവർ എത്ര എക്സ്പീരിയൻസ് ഉള്ളവരാണ്, പ്രാവീണ്യമുള്ളവരാണ് എന്ന് പറയുമ്പോൾ പോലും ഇങ്ങനെ മുങ്ങിത്തപ്പുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി നേരിട്ടാൽ അവരെ വളരെ വേഗം പുറത്ത് ഉള്ളവർക്ക് കരയിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളടക്കം നോക്കും. ഒരു തരത്തിലും ഇവർ അപകടത്തിൽപ്പെടാതിരിക്കുക എന്നതിനും വലിയ പ്രാധാന്യം തന്നെയാണ് നമ്മൾ നൽകേണ്ടത്. അർജുനെ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി മറ്റൊരാൾക്കും ജീവഹാനി സംഭവിക്കാൻ പാടില്ല എന്നത് ഉറപ്പിക്കേണ്ടതുണ്ട്. ഈ നേവി പോലെയുള്ള സേനാ സംവിധാനങ്ങൾ അതുകൊണ്ടാണ് സുരക്ഷിതമല്ലാത്തത് ഒരിടത്ത് തെരച്ചിലിന് തയ്യാറാകാത്തത്. പ്രത്യേകിച്ച് 2 നോട്ടിക്കൽ എന്ന നിലയിൽ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് രക്ഷാദൗത്യത്തിനൊക്കെയായി നേവി ഡൈവിംഗ് നടത്താറുള്ളത്. അതിന് മുകളിലേക്ക് കുത്തൊഴുക്ക് പോയാൽ ഒരു കാരണവശാലും അവർ ഇറങ്ങാറില്ല. പക്ഷെ ജീവൻ്റെ സാന്നിധ്യമുണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ ഒരു പരിധിവരെ നേവി ഉദ്യോഗസ്ഥർ അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് 3 നോട്ടിക്കൽ ഒക്കെയാണ് എങ്കിൽ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് എങ്കിൽ ഇറങ്ങാറുണ്ട്. ഇപ്പോഴിതാ ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് ഷിരൂരിൽ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവർ അർജുൻ്റെ ലോറി തിരയുന്നതിന് വേണ്ടി ആ മൺതിട്ടയിൽ, പുഴയ്ക്കകത്തു രൂപപ്പെട്ട മൺതിട്ടയിലേക്ക് എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ആണ്. ഇവിടെ നിന്നുകൊണ്ടായിരിക്കും ഇനി അവർ ഈ ലോറിയുണ്ട് എന്ന് പറയുന്ന സ്പോട്ടിൽ മുങ്ങിത്താഴാൻ സാധിക്കുമോ, ആഴങ്ങളിലേക്ക് മുങ്ങിയുള്ള പരിശോധന സാധ്യമാകുമോ എന്ന് പരിശോധിക്കുന്നത്. വലിയ സങ്കീർണമായ അപകടം നിറഞ്ഞ ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിലാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, നമ്മൾ ദൃശ്യങ്ങളിൽ പങ്കുവെക്കുന്നത് ഈ മൺതിട്ടയിലേക്ക്, പാറക്കെട്ടുകളടക്കമുള്ള മൺതിട്ടയിലേക്ക്, പുഴയ്ക്ക് നടുവിലുള്ള മൺതിട്ടയിലേക്ക് സംഘം എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇനി അവർ പരിശോധനകൾ നടത്തിയതിനു ശേഷം ഒരുപക്ഷെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പരിശോധനയ്ക്ക് തയ്യാറായേക്കുമെന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അഭിലാഷ്, തീർച്ചയായും അവരുടെ പ്രാഥമിക പരിശോധന മാത്രമാണ് ഇപ്പോൾ അവർ നടത്തിയിട്ടുള്ളത്. കാരണം ആ വെള്ളത്തിന്റെ ഗതി എങ്ങനെയാണ്, പുഴയുടെ ഗതി എങ്ങനെയാണ്, മൺകൂന നിൽക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ ഇതിന്റെ ഈ അടിയൊഴുക്ക് എത്രത്തോളം ഉണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അവർ വീക്ഷിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ശേഷമായിരിക്കും നങ്കൂരമിടുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോവുക. എന്തായാലും അവർ മുങ്ങി ഇത് കണ്ടെത്താൻ കഴിയും, അവർക്ക് ഡൈവിംഗ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രത്തോളം സംവിധാനങ്ങളും എല്ലാമായി. കാരണം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് അവർ. സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ദൗത്യങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഇമ്പോസിബിൾ ആയ കാര്യമല്ല എന്നാണ് അതിന്റെ ഈ മാൽപ്പ ഈശ്വർ പറയുന്നത്. കാരണം അതിന്റെ ഈ സംഘത്തിന്റെ നേതാവായ, സംഘത്തെ നയിക്കുന്ന ആൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ അവർക്ക് ഇതിന് വേണ്ട നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവർ ആ സ്ഥലത്ത് അതിന്റെ ഒരു പ്രാഥമിക പരിശോധന ഇപ്പോൾ നടത്തി അവർക്ക് ഇനിയിപ്പോൾ അത് നങ്കൂരമിടുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് തന്നെയായിരിക്കും പോവുക. എന്തായാലും നേവി അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്. അടുത്ത ദൗത്യം എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടിയാലോചനകൾ വളരെ ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട്. മന്ത്രിമാരുൾപ്പെടെ സ്ഥലത്തുണ്ട്. എന്തായാലും ആദ്യഘട്ടം ഇവർ മത്സ്യത്തൊഴിലാളികൾ, അതായത് ഈ
ഈശ്വർ മാൻപേ നടത്തുന്ന അവരുടെ ഒരു രക്ഷാപ്രവർത്തനമായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. അതിനുശേഷം ഈ മാൽപ്പയ്ക്ക് ശേഷമായിരിക്കും ഇനി മറ്റു നടപടിയിലേക്ക് പോവുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അഭിലാഷ്, രക്ഷാദൗത്യത്തിന്റെ സംഘത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികളും എത്തിയിരിക്കുന്നു. ആ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ തെരച്ചിൽ നടത്താൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുന്നത്. ഷിരൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുന്നത്. ഷിരൂരിൽ അർജുന്റെ ലോറി എവിടെ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ലോറി കൃത്യമായി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ലോറിയുടെ സാഹചര്യം എന്ത്, ആ ലോറിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, എവിടെയാണ് ലോറിയുടെ ക്യാബിൻ ഭാഗം എന്നത്, തലകീഴായാണ് ലോറി എന്ന് പറയുമ്പോൾ തന്നെ ലോറിയുടെ ക്യാബിൻ മുകളിലാണോ താഴെയാണോ എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. അതോടൊപ്പം ഈ വലിയ തോതിൽ മണ്ണടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നതാണ് ഒരു പരിധിവരെ ഇവർ പ്രയാസം എന്ന് പറയുന്നത്. കാരണം ഈ മണ്ണിനോടൊപ്പം തന്നെ എന്തെല്ലാമാണ് ഒഴുകി എത്തിയിട്ടുള്ളത്, അപകടകരമായ സാഹചര്യത്തിൽ വെള്ളത്തിനടിയിൽ എന്തൊക്കെയുണ്ട് എന്നതിലൊന്നും വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രമേ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വടം ഒക്കെ ഉപയോഗിച്ച് കൂടുതൽ സുരക്ഷിതമായി മുങ്ങിത്താഴാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുകയാണ് അവർ എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മൺതിട്ടയിൽ ആണ് അവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാധ്യമങ്ങൾക്കടക്കം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും എന്താണ് അവിടെ നടക്കുന്നത് എന്നത് നമുക്ക് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഏകദേശ വിവരങ്ങൾ മാത്രമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ കൃത്യമായി എന്ത് നടക്കുന്നു എന്നത് നമുക്ക് അറിയാൻ സാധിക്കില്ല. എന്തായാലും സംഘം അവിടെ എത്തിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ അവരുടെ ബോട്ടുകൾ, അവരുടെ വള്ളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ മൺതിട്ടയിലേക്ക് കുതിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. ഇനിയൊരു പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ, അതായത് വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ പരിശോധിച്ച ശേഷം അവർക്ക് പ്രാപ്യമാകുന്ന, അവർക്ക് നേരത്തെ ഉള്ള പരിചയ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്ന തരത്തിലാണ് എങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ ഇവർ പരിശോധന നടത്തും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. അപ്പോഴും ആവർത്തിച്ചു പറയേണ്ടത് എന്തൊക്കെയാണ് ഈ മൺകൂനയിൽ ഉള്ളത്, വെള്ളത്തിനടിയിൽ എന്തെല്ലാം അപകടകരമായ സാഹചര്യമാണുള്ളത്, അക്കാര്യങ്ങളെല്ലാം ഇതുവരെയുള്ള കണ്ടെത്തലുകളെല്ലാം ഇവരോട് നമ്മുടെ നാവികസേനാ വിഭാഗവും മറ്റ് ദൗത്യസംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ കൃത്യമായി വിശദീകരിക്കും. അതിനുശേഷം മാത്രമേ ഏറ്റവും സുരക്ഷിതമാകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മത്സ്യത്തൊഴിലാളികളെയും ഈ സംഘം തീർച്ചയായും തെരച്ചിലിനായി അയക്കുകയുള്ളൂ. പക്ഷെ അതിനുള്ളൊരു ആർജവം അവർ കാണിക്കുന്നുണ്ട്. ആത്മവിശ്വാസം അവർ നേരത്തെ തന്നെ പങ്കുവെക്കുകയും ചെയ്തതാണ് മാധ്യമങ്ങളോട്. അവർ ഇത്തരത്തിൽ പ്രതിസന്ധി നേരിടുന്ന, ഇത്തരം ആഴമുള്ള ഒഴുക്കുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് ഇതിനു മുമ്പും രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരമൊരു എക്സ്പീരിയൻസ് നമ്മുടെ സൈനിക വിഭാഗങ്ങൾക്കൊക്കെ ഇത്തരം അപകട സമയത്തും ദുരന്ത സമയത്തുമൊക്കെയാണ് ഇടപെടേണ്ടി വരുന്നത് എങ്കിൽ അല്ലാതെ തന്നെ എപ്പോഴും കടലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും എന്നത് നമുക്കറിയാം. ചില സമയത്ത് കടൽ പ്രക്ഷുബ്ധമാകും എന്ന് നമുക്കറിയാം. ആ സമയത്തുമൊക്കെ കടലിൽ സമയം ചെലവഴിക്കുകയും തിരമാലകളെ അതിജീവിച്ച് കരയ്ക്കെത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രാവീണ്യം അവർക്കുണ്ട്. ആ പ്രാവീണ്യം എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ സാധിക്കും എന്നതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഏറ്റവും നിർണായകം ആകുന്നത്. അർജുൻ ഈ ലോറിയിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയുക, എന്ന് അന്വേഷിക്കുക, തിരച്ചിൽ നടത്തുക, അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയില്ല എങ്കിൽ പിന്നീട് തിരച്ചിൽ മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതായി വരും. പലപ്പോഴും വെള്ളത്തിനടിയിൽ നിന്ന് ഇത്തരം ശരീരങ്ങൾ, അതായത് മരണപ്പെട്ടു പോയവരെയൊക്കെ വെള്ളത്തിനടിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയും പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് മാറിയൊക്കെ ആകാം. അങ്ങനെയുള്ള പല പ്രതികരണങ്ങളും വരുന്നുണ്ട്. പക്ഷേ അർജുൻ ആ ലോറിയിലുണ്ടാകുമോ എന്നതിൽ ആണ് വ്യക്തത കൈവരേണ്ടത്. അങ്ങനെ ലോറിയിലുണ്ട് എങ്കിൽ അത് ഏത് അവസ്ഥയിലായിരിക്കുമെന്ന് പോലും നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. എന്തായാലും അർജുൻ്റെ കുടുംബവും കാത്തിരിക്കുന്നുണ്ട്. അത്തരം വിവരങ്ങൾ നമ്മൾ കൂടുതലായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അർജുൻ ഉണ്ടാകണം അവിടെ എന്ന് ആഗ്രഹിക്കുകയാണ് കേരളത്തിൻ്റെ ജനത ഒന്നടങ്കം. അർജുൻ ആ ക്യാബിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ആഗ്രഹം പോലെ ആകണമെന്നില്ല അവിടുത്തെ സാഹചര്യമെന്ന് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പ്രതീക്ഷ നൽകുന്ന, അർജുനെ കണ്ടെത്താനെങ്കിലും സാധിക്കും എന്ന പ്രതീക്ഷ നൽകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾ കൂടി ഈ ദൗത്യസംഘത്തിൻ്റെ ഭാഗമാകുന്നു എന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ഉണ്ട്. അതോടൊപ്പം ഇതിനു മുമ്പ് ഇത്തരത്തിൽ ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സംഘമുണ്ട്.
അങ്ങനെ ആ സംഘം എത്തിയിരിക്കുന്നു ആ മൺതിട്ടയിൽ എന്നതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പറ്റുന്നത്. അതായത് ഈ സംഘത്തിനോടൊപ്പം ചേരുന്ന രക്ഷാസംഘത്തിനോടൊപ്പം ദൗത്യസംഘത്തിനോടൊപ്പം മത്സ്യത്തൊഴിലാളികളും ചേരുമെന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, അവരുടെ വിശദാംശങ്ങളും പങ്കുവച്ചതാണ്. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെട്ട സംഘം ആണ് ഇപ്പോൾ ഈ തിട്ടയിലേക്ക് മൺതിട്ടയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി സാധ്യമാകുന്ന സാഹചര്യമെങ്കിൽ അധികം വൈകാതെ തന്നെ അവർ ഉറപ്പായും പുഴയുടെ ആഴങ്ങളിൽ പരിശോധന നടത്തും. അവർ പ്രാഥമികമായൊരു പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപകട സാധ്യതയുണ്ടോ, തെരച്ചിൽ നടത്താൻ പറ്റുന്ന സാഹചര്യമാണോ, മണ്ണിന് അടിയിലെ ഒരു സാഹചര്യം എന്താണ്, ആവർത്തിച്ച് പറയേണ്ടത് ഇതിൽ എന്തൊക്കെ അപകടകരമാകുന്ന, ചിലപ്പോൾ മരക്കഷ്ണങ്ങൾ മുറിഞ്ഞ് കുത്തനെ ഉള്ള സാഹചര്യം ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കെട്ടിടത്തിൻ്റെ അവിടെ ഒരു ചായക്കടയാണ് ഉണ്ടായിരുന്നത് എന്നത് നമുക്കറിയാം, അതിൻ്റെ ലോഹഭാഗങ്ങൾ ഉണ്ടാകാം, ഇരുമ്പ് കമ്പികൾ ഉണ്ടാകാം. ഇത്രമേൽ കലങ്ങി മറിഞ്ഞ് വെള്ളം ഒഴുകുമ്പോൾ ഇതൊന്നും വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള അപകടകരമായ സാഹചര്യമെങ്കിൽ ദൗത്യസംഘം ഒരു പക്ഷേ മത്സ്യത്തൊഴിലാളികളെ കൂടി ഇറങ്ങാൻ അനുവദിച്ചു എന്ന് വരില്ല. അല്ല എങ്കിൽ മാത്രമായിരിക്കും ഈ സംഘത്തിന് ഇറങ്ങാൻ സാധിക്കുക. ഇതിൽ ഒഴുക്കിനെ അതിജീവിക്കാൻ തങ്ങൾക്ക് പ്രാപ്തിയുണ്ട് എന്ന് നേരത്തെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞതാണ്. അത് അതീവ പ്രാധാന്യമുള്ള ഒരു പ്രതികരണമായി തന്നെ നമുക്ക് കാണണം. കാരണം നേവിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ശക്തമായ ഒഴുക്കുള്ള ഇടത്ത് ഡൈവിംഗ് നടത്തുക എന്നത് സാധ്യമല്ല. ഇത് അങ്ങനെയല്ല, ഇത്രമേൽ ശക്തമായ ഒഴുക്കുണ്ടെങ്കിൽ പോലും തങ്ങൾക്ക് മുങ്ങിത്താഴാൻ ബുദ്ധിമുട്ടില്ല എന്ന് ഈ സംഘം പറഞ്ഞിരുന്നു. അവർക്ക് ഭയമുള്ളത് അല്ലെങ്കിൽ അവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്തൊക്കെ വസ്തുക്കളാണ്, അപകടകരമായ വസ്തുക്കളാണ് അവിടെയുള്ളത് എന്നതാണ്. വിനേഷ്, ഈ ഒഴുക്കിനേക്കാൾ കൂടുതൽ ഈ ഒലിച്ചു വന്ന മണ്ണിൽ എന്തൊക്കെയുണ്ടാകാം, അത് കലങ്ങി മറിഞ്ഞ വെള്ളമാണ്. അതുകൊണ്ട് തൊട്ടടുത്തുള്ള വസ്തു, അങ്ങനെ കമ്പിയോ മരക്കഷ്ണമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ പ്രയാസമാണ് എന്ന് നേരത്തെ തന്നെ ഈ സംഘത്തിലുള്ളവർ പറഞ്ഞതാണല്ലോ. തീർച്ചയായും അതിനകത്ത് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം, അതായത് ഒരു തട്ടുകട ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. അതിൽ ഇരുമ്പും മറ്റ് കമ്പികളും മരക്കഷ്ണങ്ങളുമായി പല ഇതും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് വളരെ സങ്കീർണമായ ഒരു ദൗത്യം തന്നെയാണ് യഥാർത്ഥത്തിൽ. കാരണം അവർക്ക് ഈ മൺകൂനയിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന് വെള്ളത്തിൽ നങ്കൂരമിട്ടതിന് ശേഷം ഇതിലേക്ക് പോയി ഇത് ഓരോ എണ്ണം ഇത് മാറ്റി, ഈ ചെളി മാറ്റിക്കൊണ്ടല്ലാതെ ഈ വാഹനം പുറത്തെടുക്കാൻ, അതായത് ഈ അർജുൻ ഓടിച്ചെന്ന് പറയുന്ന ലോറി പുറത്തെടുക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ ഇവർ അത്തരം കാര്യങ്ങൾ എങ്ങനെ മറികടക്കും എന്നുള്ളതിനെ കുറിച്ച് അത് അവർക്ക് മാത്രമേ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. മണിക്കൂറുകൾ കൊണ്ട് തന്നെ നല്ല ഒരു ശുഭവാർത്ത അല്ലെങ്കിൽ പോലും ആ ലോറി കിട്ടുന്നു എന്നുള്ളതും അർജുനെ കണ്ടെത്താൻ കഴിയുന്നതും എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം. അത് നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ശിരൂരിൽ നിന്ന് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷാദൗത്യം ഈ മണിക്കൂറുകളിലും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. മാൽപേ സംഘം എത്തിയിട്ടുണ്ട് അവിടെ എന്നതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒന്ന്. പ്രത്യേകിച്ച് ആ സംഘം മൺതിട്ടയിലേക്ക് എത്തി എന്നുള്ളതാണ്. അതായത് പുഴയുടെ കരയിൽ നിന്ന് മണ്ണ് പതിച്ച, മണ്ണ് വീണിരുന്ന പ്രദേശത്ത് നിന്ന് വളരെ പെട്ടെന്ന് അവർക്ക് അവരുടെ വള്ളങ്ങളിൽ എത്താൻ സാധിക്കുന്നു. അത് തന്നെയാണ് അവർ നേരത്തെ പങ്കുവെച്ചത്. ഇത്തരം, അതായത് ഒഴുക്കൊന്നും അവർക്കൊരു പ്രശ്നമൊന്നുമല്ല, പക്ഷേ കലങ്ങി മറിഞ്ഞ വെള്ളമാണ്. ആ വെള്ളത്തിനടിയിലേക്ക് എത്തുമ്പോൾ ഈ മൺതിട്ടയുമുണ്ട്. ആ തിട്ടയിൽ നിന്ന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ വസ്തുക്കൾ ഉണ്ടായെങ്കിൽ അത് തീർച്ചയായും വലിയ അപകടം സൃഷ്ടിക്കുമെന്ന ആശങ്കയാണ് അവർ പങ്കുവച്ചത്. 12ാം നാളിലും തിരച്ചിൽ തുടരുമ്പോൾ പ്രതീക്ഷാ നിർഭരമായ പല കാര്യങ്ങളും സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിലൊന്ന് ഈ സ്പോട്ട് 4-ൽ ഐഡന്റിഫൈ ചെയ്തു ലോറി എന്നുള്ളത് തന്നെയാണ്. അതനുസരിച്ചുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുന്നു. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഈ സ്പോട്ട് 4-ലെത്തി എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. അഭിലാഷ്, മിഷൻ അർജുനിൽ ഇതുവരെ നടന്നതിൽ ഏറ്റവും നിർണായകമായ ഒരു നീക്കം ആണ് ഇപ്പോൾ അവിടെ നടക്കുന്നതെന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെയാണ്
ഇതുമായി ബന്ധപ്പെട്ട് തെരച്ചിലിന് ഉടുപ്പിയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ അവർ 8 പേരാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ കൂടി എത്രയോ തവണ കടന്നുപോയിട്ടുള്ള ഗംഗാവാലി പുഴയുടെ കുത്തൊഴുക്കിനെ നേരിട്ടിട്ടുള്ള മനുഷ്യരാണ് അവർ. രാവിലെ തന്നെ മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് തീർച്ചയായും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ പുഴയെ ഞങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം, ഈ പുഴയുടെ ഒഴുക്കറിയാം, ഈ പുഴയുടെ കൈവഴികളറിയാം, ഈ പുഴയുടെ സ്വഭാവം അറിയാം. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കാര്യക്ഷമമായി ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയും, പുഴയുടെ ആഴങ്ങളിലേക്ക് പോകാൻ കഴിയും എന്നാണ് അവർ രാവിലെ പറഞ്ഞത്. നമുക്കറിയാം 4 സ്പോട്ടുകളാണ് ഇതുവരെ ഈ ലോറി ഉണ്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളായി 4 സ്പോട്ടുകളാണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഈ 4 സ്പോട്ടുകളിൽ ലോഹഭാഗങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം കിട്ടിയ പുതിയ സിഗ്നൽ, ഏതാണ്ട് പുഴയിൽ നിന്ന് 132 മീറ്റർ അകലെ 3 മീറ്റർ ആഴത്തിൽ കാണുന്ന ആ സിഗ്നൽ, കിട്ടിയേക്കുന്ന ആ സിഗ്നൽ അർജുൻ്റെ ലോറിയുടേതാണെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് ദൗത്യസംഘം. അതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളികളെ ഈ സ്പോട്ടിലേക്ക് എത്തിച്ച് ഈ 3 മീറ്റർ ആഴത്തിലേക്ക് ഇറക്കി അത് അർജുൻ്റെ ലോറി തന്നെയാണോ, ആ ലോറിക്കുള്ളിൽ അർജുനുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധന നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നിർണായകമായ ഒരു നീക്കം, നേരത്തെ നമുക്കറിയാം നമ്മുടെ നാവികർ പോലും ഇറങ്ങാൻ, അല്ലെങ്കിൽ വിദഗ്ധരായ ഡൈവർമാർക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ കണ്ടതാണ്. കേരളത്തെ 2 തവണ പ്രളയം വിഴുങ്ങിയപ്പോഴും കേരളത്തിൻ്റെ രക്ഷയ്ക്കെത്തിയ കേരളത്തിൻ്റെ സൈന്യം, അവരുടെ കേരളത്തിൻ്റെ സൈന്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ കർണാടകയിലെ അവിടെ ഉടുപ്പിയിൽ നിന്നുള്ള ഈ 8-അംഗ സംഘം പുഴയുടെ ആഴങ്ങളിലേക്ക് അവർ ഇറങ്ങുന്നു. അവരിറങ്ങി അവിടെ ഉള്ളത് അർജുൻ്റെ ലോറി തന്നെയാണോ, ആ ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന പരിശോധന നടത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷ ഉണർത്തുന്ന വാർത്തകൾക്കായി. തീർച്ചയായും അതാണ്, കാത്തിരിക്കേണ്ടി വരും. കാരണം ഈ കാണുന്ന ദൃശ്യങ്ങൾ ഏറെ പ്രധാനപ്പെട്ട ഈ ദൗത്യത്തിന്റെ 12ാം ദിവസം എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അധികം നമ്മൾ ദൗത്യം അതിന്റെ പൂർണ്ണതയിലേക്ക് എന്ന് വേണമെങ്കിൽ കരുതാവുന്ന ദൃശ്യങ്ങൾ എന്ന് വിചാരിക്കാം. കാരണം